താഴെ കാണുന്ന ഈ 2 ഫ്രെയിമിൽ ഒരെണ്ണം ഇസ്ലാമിനെ പറയിപ്പിക്കാനായിട്ടും ഒരെണ്ണം ഇസ്ലാം എന്താണെന്ന് കാണിച്ചു തരുന്ന വ്യക്തമായിട്ടുള്ള 2 ഫ്രെയിമുകളാണുള്ളത്. വസ്ത്രം കൊണ്ടും നീട്ടിയ താടിയും തലപ്പാവ് കൊണ്ടും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഖുർആനും സ്വഹീഹായ ഹദീസും നബിചര്യയും പിൻപറ്റുന്നവരാരാണോ അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഖുർആനിലോ ഹദീസിലോ ഒരിടത്തും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള നമസ്കാരം അനുവദനീയമല്ല. അതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ശിക്ഷയാണ് അവർക്കായിട്ട് പരലോകത്ത് കാത്തിരിക്കുന്നത്. ഒന്നാമത്തെ തന്നെ നിസ്കരിക്കണമെങ്കിൽ ആ ഒരു സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കണം. ഏകാഗ്രത വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, യാത്രയിലാണെങ്കിൽ ഇരുന്നു കൊണ്ടും നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇരിക്കെ ഈ വഴി തടഞ്ഞുകൊണ്ടുള്ള നിസ്കാരം ഇസ്ലാമിനെ മനഃപൂർവ്വം പറയിപ്പിക്കുക എന്ന ഉദ്ദേശവുമില്ലാതെ വേറൊന്നും ഇതിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ ചെയ്യുന്ന ടീംസ് യഥാർത്ഥ മുസ്ലിങ്ങളാണോ എന്നത് തന്നെ സംശയമാണ്. കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കിയ മുസ്ലിങ്ങൾ ഒരിക്കലും ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മനഃപൂർവ്വം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മോശക്കാരാക്കാൻ വേണ്ടി ചിത്രീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലെങ്കിൽ ഇവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അർത്ഥം.